ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ആ തീരുമാനം എടുക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ. അപ്പോൾ ആദർശ് ആകപ്പാടെ വിഷമത്തിലാണെങ്കിൽ കൂടി ആ തീരുമാനം എടുക്കുകയാണ്. നയനെ, ഇനി ഞാനിവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. മുത്തശ്ശൻ തന്നെ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. മുത്തശ്ശൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടുന്ന് മുത്തശ്ശൻ എനിക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകിയാണ് വിട്ടത്. പക്ഷേ എനിക്കത് നിറവേറ്റാൻ പറ്റിയില്ല. അന്ന് അവിടെ ആ ഹോട്ടലിൽ വെച്ച് അവിടുത്തെ US കമ്പനിയുടെ PRO ആണെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വന്നിരുന്നു. അവരെനിക്ക് ഒരു ജ്യൂസ് തന്നിരുന്നു. ശരിക്കും അവർ US കമ്പനിയുടെ PRO ഒന്നും ആയിരുന്നില്ല. ശരിക്കും അതെന്നെ ചതിക്കാൻ വേണ്ടി മറ്റാരോ ഏർപ്പെടുത്തിയ ആളായിരുന്നു. ശരിക്കും ആ ജ്യൂസിലെന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. അതായിരിക്കണം ഞാൻ അത്രയും നേരം ഉറങ്ങിപ്പോയത്. പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ഗ്രീന എന്നാണ് പറഞ്ഞത്. ശരിക്കും അത് സത്യമാണോന്ന് കൂടി എനിക്കറിയില്ല. പാലക്കാടാണ് ആ കുട്ടിയുടെ വീടെന്നും സ്ഥിരമായിട്ട് അമേരിക്കയിൽ തന്നെയാണ് സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നതെന്നുമൊക്കെയാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ കണ്ടെത്തും. മുംബൈ വരെ പോകേണ്ട ഒരു ആവശ്യമേ എനിക്കുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല, ആദർശേട്ടൻ ഒരിക്കലും ഈ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്. മുത്തശ്ശൻ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്തുകൊണ്ടാണെന്ന് ആദർശേട്ടൻ അറിയാമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിച്ചാൽ പോരെ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സാധിക്കുന്നതിന്? ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നാൽ മുത്തശ്ശൻ എടുത്ത തീരുമാനം അത് ശരിയാണ്. മുത്തശ്ശൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനൊരു തീരുമാനം അദ്ദേഹം എടുക്കില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഞാനങ്ങ് വെറുതെ പോകുന്നല്ല, സത്യം തെളിയിച്ച് ഞാൻ തിരിച്ചു വരും. അതുവരെ എല്ലാം ക്ഷമിച്ച് നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നിങ്ങനെ ആദർശ് നയനയോട് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ടാ, ഞാനതിന് സമ്മതിക്കില്ല. ഈ അവസ്ഥയിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഏട്ടൻ പോകരുത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല നയനെ, നീ കുറച്ചൊക്കെ ക്ഷമിച്ചേ പറ്റുള്ളൂ. നിന്നെ നോക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനും, അങ്ങനെ എല്ലാവരും. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നീ മനസ്സ് വിഷമിപ്പിക്കരുത്. പിന്നെ എന്നെ ചതിച്ചവരെ എനിക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി ഇപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ ആദർശ് പറയാണ്. അങ്ങനെ ആദർശ് ഇക്കാര്യമൊക്കെ ദേവയാനി കണ്ടു ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോവരുത്. ഞങ്ങളെയൊക്കെ മനസ്സ് വിഷമിച്ച് നീ പോവരുത്. ബിസിനസ് കാര്യങ്ങളും കുടുംബകാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കിഴയ്ക്കാൻ നിൽക്കരുത് മോനെ. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതൊന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടാവില്ല. ഇതൊക്കെ കേട്ട ഉടനെ നീ ഈ കെട്ടും കിടക്കൊക്കെ എടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മേ, ഞാൻ പോകുന്നത് വേറെങ്ങോട്ടുമല്ല, മുംബൈക്കാണ്. എന്നെ ചതിച്ചത് ആരാണെന്ന് അതെനിക്ക് കണ്ടെത്തണം. മിക്കവാറും ആ പെൺകുട്ടി മുംബൈയിൽ തന്നെ കാണും. അവൾ പാലക്കാടുകാരിയാണെന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അതിലൊന്നും ഒരു സത്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല. എന്നാൽ എന്നെ ചതിച്ചത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. മിക്കവാറും അത് അയ്യൻ ജ്വല്ലറിക്കാരാവാനാണ് സാധ്യത. അവർ മനഃപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി ആളെ ഏർപ്പെടുത്തിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എനിക്ക് കണ്ടെത്തണം. എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചതെങ്കിലും അവരെ ഞാൻ വെളിയിൽ കൊണ്ടുവരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഈ അയ്യൻ ജ്വല്ലറിക്കാർ എന്തിനാണാവോ നമ്മളോട് ഇത്ര ശത്രുത കാണിക്കുന്നത്? ഡീല് അവർക്ക് കിട്ടുകയില്ലെന്ന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് നിന്നെ ചതിയിലൂടെ ഉറക്കെ കിടത്തിയിട്ട് അവരത് നേടി. അങ്ങനെയൊക്കെ ചെയ്ത് അവർ ഒരിക്കലും നല്ല ആളുകളല്ല മോനെ. അതുകൊണ്ട് മോന് വളരെ ശ്രദ്ധിക്കണം. ആദർശ് അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായമ്മേ. എനിക്ക് ഒരു ചതിവ് പറ്റി. ഇനിയും എനിക്ക് ചുറ്റും പല ചതികളും ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതൊക്കെ ഞാൻ തെളിയിച്ചിരിക്കും. എന്നെ ചതിച്ചവർ ആരായിരുന്നാലും അവരെ ഞാൻ മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെ യാത്ര പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊരു തീരുമാനം ഇദ്ദേഹം ഇപ്പോൾ എടുക്കേണ്ടായിരുന്നു. കാരണം അന്നവിടെ സംഭവിച്ചത് അത് ആദർശനൊരു ചതി പറ്റിയതാണ്. അല്ലാതെ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു വെച്ചതാണ്. എന്നാൽ ആ അയ്യൻ ജ്വല്ലറിക്കാരായിരിക്കണം അവനെ ചതിച്ചത്. എന്തിനാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അവന് ചതി പറ്റിയത് തന്നെയാണ്.
അവൻ ബിസിനസ്സിൽ ഇനിയും കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ചതി പല രൂപത്തിലും പല വിധത്തിലും വരാം. ഇത്രയും നാളും വളരെ സ്മൂത്തായിട്ടാണ് നമ്മുടെ ജ്വല്ലറിയും ബിസിനസ്സും ഒക്കെ മുന്നോട്ട് പോയത്. അതുപോലെ എന്നും മുന്നോട്ട് പോകുന്ന ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളെ ഏത് നിമിഷവും ചതിക്കാൻ കാത്തിരിക്കുന്ന ജ്വല്ലറിക്കാരുണ്ട്. അതുപോലെ പലരും കാണും. അതിനെയൊക്കെ നേരിടാനുള്ള പ്രാപ്തി ആദർശനുണ്ടാവണം. കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നേരിടാനുള്ള പ്രാപ്തരാകണം. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ജ്വല്ലറിക്ക് ഇങ്ങനെയൊരു ഇടിവ്, ഇങ്ങനെയൊരു നാണക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ജ്വല്ലറി കടന്നു പോകുന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ്. അതിൽ ആദർശനും നല്ല പങ്കുണ്ട്. അവൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ കമ്പനി ഇങ്ങനെയൊരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തില്ലായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഇദ്ദേഹം ആദർശന് നേരെ അന്ന് കൈ ഒങ്ങണ്ടായിരുന്നു. അവനോട് ഇറങ്ങിപ്പോകാനൊന്നും പറയണ്ടായിരുന്നു. അവൻ ഇവിടെ നിന്ന് പോകാൻ റെഡിയായിരിക്കുകയാണ്. നയനമോളാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സ് എന്തോരം വേദനിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാം, നയനമ്മയുടെ മനസ്സും ദേവയാനിയുടെ മനസ്സും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ടോ എന്നും എനിക്കറിയാം. പക്ഷേ ആദർശൻ്റെ നേരെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അവൻ തന്നെ അവൻ്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ. നമ്മുടെ ജ്വല്ലറിയെ തകർച്ചയിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരട്ടെ. അതിനുവേണ്ടി അവൻ ശ്രമിക്കട്ടെ. എപ്പോഴും അവൻ്റെ താങ്ങും തണലുമായിട്ട് ഞാനുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവനെ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ ആദർശ് പോകാനായിട്ട് റെഡിയായി ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. നയനയാണ് ആകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഇനി എന്നാ തിരിച്ചു വരിക? ഞാൻ വിളിച്ചാൽ ഫോണൊക്കെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് അവൾ കരയുന്നുണ്ട്. എന്താ നയന ഇത്? നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുത്തോളാം. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നിന്നെ ഉപേക്ഷിച്ച് പോകുമൊന്നും അല്ലല്ലോ. നീ ഇങ്ങനെ വിഷമിക്കാതെ. ഈ യാത്രയിൽ എനിക്ക് ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട്, അതൊക്കെ തീർക്കണം എന്നിങ്ങനെ ആദർശ് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോനെ നീ സൂക്ഷിക്കണം. ചതി പല ഭാഗത്തു നിന്നും വരും. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം അമ്മേ. അങ്ങനെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആദർശ് പോയതിനു ശേഷം നയനയ്ക്ക് ഭയങ്കര സങ്കടം സഹിക്കാൻ വയ്യാതെ നന്ദുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ നന്ദു, ആദർശേട്ടൻ ഇവിടെ നിന്ന് പോയി. ആദർശേട്ടനെ ആരോ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വന്ന് ഉറങ്ങിപ്പോയത്. അങ്ങനെയാണ് അടിയിൽ നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആരും അദ്ദേഹത്തിനൊരു സഹായത്തിന് കൂടെയില്ല. നീ ഒരു പോലീസ് ഓഫീസറല്ലേ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ആദർശേട്ടന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കാം. പക്ഷേ ഇത് നടന്നത് മുംബൈയിലല്ലേ. അതുകൊണ്ട് കേരള പോലീസിന് അതിന് നേരിട്ട് അന്വേഷിക്കാനുള്ള ഒരു റോളുമില്ല. അതുമാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് ഒരു പരാതി പോലും ലഭിച്ചിട്ടുമില്ല. ആദർശേട്ടൻ കേരളത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം എന്ത് സഹായം വേണമെങ്കിലും അദ്ദേഹത്തിന് ഞാൻ ചെയ്തു കൊടുക്കും. ഏട്ടൻ്റെ ഒപ്പം തന്നെ ഞാൻ നിന്നോളാം. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആദർശേട്ടൻ എല്ലാം നേടിയെടുക്കും. തന്നെ ചതിച്ചതാരാണെന്ന് ഏട്ടൻ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും. ചേച്ചി ഇങ്ങനെ അങ്ങ് വിഷമിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നന്ദുവും നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് നേരെ മുംബൈയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് US കമ്പനിയുടെ സ്റ്റാഫുകളെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, അന്നത്തെ ഡീല് അത് ചതിയിലൂടെ നേടിയതാണ്. അന്ന് എന്നെ ആരും ചതിച്ചതാണ്. അത് ജ്വല്ലറിക്കാരാണോ ചെയ്തതെന്ന് ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. എനിക്ക് കുടിക്കാൻ തന്ന ജ്യൂസിൽ എന്തോ കലർത്തി തന്ന് എന്നെ മയക്കി കിടത്തിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാതിരുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബാക്കി എല്ലാ പേപ്പേഴ്സ് എല്ലാ കാര്യങ്ങളും കറക്റ്റും ആയിരുന്നു. പക്ഷേ ഒരു നിമിഷം വൈകിയതിൻ്റെ പേരിൽ ആ ജ്വല്ലറിക്ക് നിങ്ങൾ ഡീല് കൊടുത്തില്ലേ? അല്ലാതെ ഞങ്ങൾ എന്താണ് സാർ ചെയ്യേണ്ടത്? മൂർത്തി ജ്വല്ലറുമായിട്ട് ഒരു ഡീല് നടത്താൻ തന്നെയായിരുന്നു ഞങ്ങളുടെയും ആഗ്രഹം. പാരമ്പര്യവും പരിശുദ്ധമായ സ്വർണവും നേരായ രീതിയിൽ നിൽക്കുന്ന മൂർത്തി ജ്വല്ലറി എന്ന സ്ഥാപനത്തിനോട് ഞങ്ങൾക്ക് മതിയായ മതിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നയനാസ് കളക്ഷൻ്റെ ഡിസൈൻസൊക്കെ വളരെ ഒന്നിനൊന്നും മെച്ചവുമായിരുന്നു. അതേപോലെ പ്രസൻറ്റേഷൻ സമയത്ത് ആ കമ്പനിയെ പ്രതിനിധീകരിച്ച് ഒരാൾ പോലും എത്താത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് അതിൻ്റെ തൊട്ടു താഴെ നിൽക്കുന്ന ജ്വല്ലറിക്ക് ഡീല് കൊടുത്തല്ലേ പറ്റൂ. ബിസിനസ്സിൽ നിറയേട് കാണിച്ച് ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പരിചയവുമില്ല.
അങ്ങനെ ആരെയും ചതിച്ചും വഞ്ചിച്ചും ഒന്നും നേടാനും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഒരു ചതിയുടെ പിന്നിലൂടെ ഒന്നും കൊടുത്ത് ഒരു ഡീലും നേടാൻ ഞങ്ങൾക്ക് കഴിയില്ല. മൂർത്തിസ് ജ്വല്ലറിയുടെ MDയുടെ അഭാവത്തിൽ മറ്റൊരു ജ്വല്ലറിയെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് അത് ഞങ്ങളുടെ കമ്പനിയുടെ പഞ്ച്വാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. എന്നാൽ ആദർശ് അവിടെ എത്താത്തതിന് കാരണം അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചതിവുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നെ ആരും ചതിച്ചത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ്, നിങ്ങളുടെ ഒരു സ്റ്റാഫാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയാണ്, ഗ്രീന എന്നാണ് അവളുടെ പേര് പറഞ്ഞത്, അവളാണ് എന്നെ ചീറ്റ് ചെയ്തത്, എനിക്ക് ജ്യൂസൊക്കെ കൊണ്ടു തന്നത്. ആ ജ്യൂസിൽ എന്തോ കലക്കി തന്ന് എന്നെ ചതിച്ചതാണ്. അതിന് പിറ്റേ ദിവസം മുതൽ ഞാൻ അവളെ അന്വേഷിക്കുന്നു. ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. അത് നിങ്ങളുടെ സ്റ്റാഫ് തന്നെയായിരുന്നോ? ഏയ്, ഒരിക്കലുമല്ല. ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ ഒരു പേരിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റാഫേ ഇല്ല. അതുമാത്രവുമല്ല, അവിടെ അങ്ങനെ ഒരു സ്റ്റാഫിനെയും ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. അവിടെ വരുന്നവർക്കുള്ള ജ്വല്ലറിക്കാർക്കുള്ള അക്കോമഡേഷനും കാര്യങ്ങളുമൊക്കെ അത് അവരുടെ സ്വന്തം റിസ്ക് തന്നെയായിരുന്നു. അല്ലാതെ ഞങ്ങളുടെ കമ്പനി അങ്ങനെ ഒരു ഗൈഡിനെയോ ഒന്നും അവിടെ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. അതോടുകൂടി ആദർശ് പറയുകയാണ്, അപ്പോൾ ശരിക്കും ഇതൊരു ട്രാപ്പ് തന്നെയായിരുന്നു. ശരിക്കും നിങ്ങളുടെ കമ്പനിയുമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഡീല് നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടവും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ വൻ ഇടിവുമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആ ജ്വല്ലറിക്കാരാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കുറച്ച് നാളായിട്ട് അവർ ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. ഇതിനു മുമ്പ് ദുബായിൽ വെച്ചും അവർ നന്നായി കളിച്ചിരുന്നു. അതുപോലെ തന്നെ നാട്ടിലും ഞങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അവരാണ്. അപ്പോൾ US കമ്പനിക്കാർ പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തെളിയിച്ചു കൊണ്ടുവരിക. നിങ്ങൾ നിന്ന ഹോട്ടലിൽ ചെന്ന് അതിൻ്റെ ഫുട്ടേജസ് ഒക്കെ എടുത്തൊന്ന് നോക്കിയാൽ ആ പെൺകുട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ? എന്തായാലും നിങ്ങൾക്ക് പറ്റിയ ചതിയെപ്പറ്റി തെളിവ് സഹിതം നിങ്ങൾ ഹാജരാക്കുക. ഒരു പോലീസ് കേസൊക്കെ കൊടുക്കുക. അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളുമായിട്ട് നിങ്ങൾ വീണ്ടും വന്നാൽ നമുക്ക് ഈ ഡീലിനെ പറ്റി ഒന്നുകൂടെ ചിന്തിക്കാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല, കുറച്ച് വർഷത്തേക്കിന് വേണ്ടിയിട്ട് എടുത്ത ഡീലല്ലേ ഇത്? അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും. ഒരു ചതിയനുമായിട്ടുള്ള കമ്പനിയിൽ ഈ ഡീൽ ഉറപ്പിക്കുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായ തെളിവുമായി വന്നാൽ ഈ ഡീല് നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ജ്വല്ലറിക്കാരാണ് ഈ ചതിക്ക് പിന്നിലെന്ന് നിങ്ങളെക്കൊണ്ട് തെളിയിക്കാൻ സാധിച്ചാൽ ഈ ഡീല് റദ്ദാക്കി അടുത്ത ഡീല് നമുക്ക് ഉറപ്പിക്കാം. US കമ്പനി, ഞങ്ങളുടെ ഈ കമ്പനി നേരായ മാർഗത്തിലൂടെ മാത്രമാണ് വളർന്ന് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ എൻ്റെ നിരപരാധിത്വം നിങ്ങളുടെ മുന്നിൽ തെളിയിക്കും. അങ്ങനെ തെളിവുമായി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ ഈ വാക്കിന് ഒരു വ്യത്യാസവും ഉണ്ടാകരുത്. ഒരിക്കലുമില്ല ആദർശ്, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകും. അങ്ങനെ ആദർശ് മുംബൈയിലെത്തുകയാണ്. മുംബൈയിലെത്തി താൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ചെന്ന വീഡിയോ ഫുട്ടേജൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ ആ CCTV ഫുട്ടേജസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ആ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അന്നേ ദിവസം ആ കുട്ടിയെ അവിടെ ഞങ്ങൾ കണ്ടിരുന്നു. എന്നാൽ അത് ഏത് കമ്പനിയുടെ സ്റ്റാഫാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, അവിടെ US കമ്പനിക്കാർ അങ്ങനെ ഒരു അക്കോമഡേഷനോ ഇതോ ഒന്നും അവിടെ നൽകിയിരുന്നില്ല. എന്തായാലും ആ പെൺകുട്ടിയുടെ വിഷ്വൽസ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യൂ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവളൊരു മലയാളി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. US സ്ഥിരതാമസമാണെന്നാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. അതുപോലെ ഗ്രീന എന്നാണ് പേര് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരിക്കലും ആ കുട്ടി US ആയിരിക്കില്ല. US കമ്പനിയുടെ ഒരു സ്റ്റാഫ് പോലും അല്ല എന്ന് അവരാദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ജ്വല്ലറിക്കാരോ അതോ മറ്റാരെങ്കിലും ആണ് ഈ ചതിക്ക് പിന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മലയാളി തന്നെയായിരിക്കും. കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരിക്കും അത്. എന്തായാലും ആ ഫോട്ടോയും വിഷ്വൽസും ഒക്കെ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്താൽ തൽക്കാലം അത് വെച്ച് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ ആ വിഷ്വൽസൊക്കെ ആദർശ് ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കേരള പോലീസിൻ്റെ സഹായം തന്നെ വേണ്ടി വരും എന്നിങ്ങനെ ആദർശ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആദർശ് നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആ വിഷ്വൽസും CCTV ഫുട്ടേജസും അയച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് എന്നോട് പറഞ്ഞത്. എന്നാൽ ശരിക്കും അത് ആ പേര് തന്നെ ആവാൻ ഒരു സാധ്യതയുമില്ല. കേരളത്തിൽ എവിടെയോ തന്നെ ആകാനാണ് സാധ്യത.
എന്നോട് പറഞ്ഞത് പാലക്കാട് ആണ് വീടെന്നാണ്. പക്ഷെ ഒരിക്കലും അതൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എന്തായാലും ഈ വിഷ്വൽസ് വെച്ച് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സാധിക്കുമോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. നന്ദു പറയുന്നുണ്ട്, തീർച്ചയായും ആദർശേട്ടാ, ഈ ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു വിഷ്വൽസ് കിട്ടിയ സ്ഥിതിക്ക് അവൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ പൊക്കിയിരിക്കും. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഇവളുടെ ഉദ്ദേശം എന്താണെന്നും അവളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിച്ച് ആദർശേട്ടന് തരാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എങ്കിൽ ശരി, ഞാനിപ്പോൾ മുംബൈയിലാണ്. എനിക്കിവിടെ കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നന്ദു ആ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, തീർച്ചയായും ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ നന്ദു ആ വിഷ്വൽസ് ക്ലിയർ ആയിട്ടൊന്ന് പരിശോധിച്ചിട്ട് അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഫോട്ടോയെ ഇതേപോലെ മറ്റ് പല സ്റ്റേഷനുകളിലേക്കും ഫോർവേഡ് ചെയ്യും. അതുപോലെ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിവരം ഈ കുട്ടിയെക്കുറിച്ച് കിട്ടുന്നവർ അതുമായി ബന്ധപ്പെടുവാൻ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇടുന്നത്. ഇതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഫേസ്ബുക്ക് വഴിക്കാണെങ്കിലും പല പല ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളും കിട്ടുകയാണ്. നന്ദു അതൊക്കെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയെക്കുറിച്ചുള്ള വിവരത്തിൽ പാലക്കാട് തന്നെയാണ് താമസിക്കുന്നതെന്നും ആ കുട്ടിയുടെ പേരും വിവരങ്ങളും അതുപോലെ തന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇതേപോലെ അല്ലറ ചില്ലറ ഫ്രോഡ് തരമൊക്കെ കാണിച്ച് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ ആ കുട്ടി ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ജ്വല്ലറിയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ കൂടുതൽ അന്വേഷിക്കുമ്പോൾ ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിലെ സ്റ്റാഫാണ് ഈ പെൺകുട്ടി എന്നുള്ളത് നന്ദു തിരിച്ചറിയുകയാണ്. അങ്ങനെ നന്ദുവിന് കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ തെളിവ് സഹിതം നന്ദു ആദർശിന് അയച്ചു കൊടുക്കുന്നുണ്ട്. വിവരങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ആദർശിന് അപ്പോൾ ഉറപ്പാവുകയാണ് ജ്വല്ലറിക്കാരുടെ കളി തന്നെയായിരുന്നു തന്നെ ചതിച്ചത് എന്ന്. ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയായിരിക്കും ആ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. അല്ലെങ്കിൽ കൂടുതൽ പണം ഓഫർ ചെയ്തപ്പോൾ അവൾ തന്നെ വീണുപോയതായിരിക്കും. എന്തായാലും ആ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കണം. ആ കുട്ടി ആരാണെന്നും എന്താണെന്നുള്ള വ്യക്തമായൊരു പിക്ചർ നമുക്ക് കിട്ടണം. അതിനുശേഷം വേണം US കമ്പനിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ എന്നിങ്ങനെ ആദർശ് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, തീർച്ചയായും ആദർശേട്ടാ, നമുക്കിത് കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. എന്നാൽ സോഷ്യൽ മീഡിയ വഴി ഇതിങ്ങനെ അന്വേഷിക്കുന്നതൊക്കെ നാഗേന്ദ്ര കാണുന്നുണ്ട്. അയാൾ അവന്തികയോട് പറയുന്നുണ്ട്. അവന്തിക നാഗേന്ദ്രനോട് പറയാണ്, കണ്ടു വച്ചാ, അയാളെ ആ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ ഇറക്കി വിട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാണ്. അവന് പകരമായിട്ട് ആ MD കസേരയിൽ എനിക്കിരിക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവനിപ്പോൾ ചെയ്യുന്നതൊക്കെ കണ്ടാൽ. അവൾ ആ ഗ്രീനെക്കുറിച്ചുള്ള എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും കണ്ടെത്തി കഴിഞ്ഞു. അവനെ സഹായിക്കാനാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെ അനിയത്തി ആ പോലീസുകാരി കൂടെയുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ സത്യങ്ങളെല്ലാം തെളിയിച്ച് അയാൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ സ്വാധീനം വെച്ച് അവൾ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട്. ഏത് നിമിഷം അവളെ പൊക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ചെയ്തതിൽ ചെറിയൊരു അപാകത നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞ ഉടനെ ആ ഹോട്ടലിൽ നിന്നും ആ CCTV ഫുട്ടേജ് നമ്മൾ വേണമായിരുന്നു കൈക്കലാക്കാൻ. ആദർശ് തിരികെ അവിടെ ചെന്ന് അത് എടുക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. അവൻ്റെയും അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അത് ശരിയാച്ചാ, നമ്മൾ അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് വരില്ലായിരുന്നു. ഇത്രയും വെൽഡായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ അതുകൂടി ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം കണ്ടില്ലേ, നിസ്സാരമായിട്ട് അവൾ തെളിവുകളെല്ലാം പൊക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരെത്തും പിടിയും കിട്ടുന്നില്ലോ. ഇനി അവൻ്റെ സത്യങ്ങളെല്ലാം അവൻ മുത്തശ്ശൻ്റെ അരികെ തെളിയിക്കുകയും ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ മുത്തശ്ശൻ അവനെ കമ്പനിയിലേക്ക് തിരിച്ചു കയറ്റും. എൻ്റെ MD സ്ഥാനം മാറ്റി വീണ്ടും ആദർശനെ അവിടെ പ്രതിഷ്ഠിക്കും. ഇല്ലെങ്കിൽ നോക്കിക്കോ. അതുപോലെ ഇനി മുംബൈയിൽ US കമ്പനിയുമായിട്ട് ഇവർ വല്ല ചർച്ചയും ചെയ്തിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റില്ല. തെളിവ് സഹിതം കാണിച്ച് അവർ US കമ്പനിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാം ഓക്കെ ആക്കി ഈ കമ്പനി ഡീൽ ക്യാൻസൽ ചെയ്താൽ എന്ത് ചെയ്യും വച്ചാ? എത്രയും പെട്ടെന്ന് അവരാ ഗ്രീനെ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണ്, ഇനി ഗ്രീനെ അവർക്ക് കിട്ടരുത്. അവളെ കിട്ടിയാലാണ് ഇതെല്ലാം തകിടം മറിയുള്ളൂ. അവർക്ക് ഈ വിഷ്വൽസ് കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഗ്രീനെ കൈ കിട്ടിയാൽ മാത്രമേ ഇതിനൊരു മുന്നോട്ട് പോവുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ പെണ്ണിനെ അവിടെ നിന്ന് മാറ്റണം. എന്തായാലും നമുക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പരമാവധി ശ്രമിച്ചു നോക്കാം, അവന്തിക പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വളരെ ലേറ്റായി പോകുന്നൊരു ഡൗട്ട് എനിക്കുണ്ടാച്ചാ.
എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതിനു മുമ്പ് അവർ ഗ്രീനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം നന്ദു അവൾ അത്ര എഫിഷ്യൻ്റ് ആയിട്ടൊരു പോലീസ് ഓഫീസറാണ്. അവളുടെ കഴിവ് വെച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവൾ അതൊക്കെ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവർ ആ ഗ്രീനിനെ അറസ്റ്റ് ചെയ്താലും നമുക്ക് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മൂർത്തി ജ്വല്ലറിയുടെ ഷെയർസൊക്കെ ഇപ്പോൾ തന്നെ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ജ്വല്ലറിയുടെ ഓണർ ഞാനാണെന്നോ നീയാണെന്നോ ഇതുവരെയും വെളിയിൽ ആരും അറിഞ്ഞിട്ടില്ല. ജ്വല്ലറിയുടെ MD അത് ഡേവിഡ് മാത്രമാണ്. എന്ത് പ്രശ്നം വന്നാലും അത് ഡേവിഡിനെ ബാധിക്കൂ. എന്തായാലും ഇതിനിടയിൽ നമുക്ക് 1-2 കളി കൂടെ കളിക്കാനുള്ളൊരു അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ ഷെയർസ് വന്നിടിവിലാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മളാണ് മുന്നിലെത്തിയിരിക്കുന്നത്. ആ ഒരൊറ്റ കാരണം മതി ഇനി അവരെ തകർക്കാനുള്ള പണികൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇഷ്ടം പോലെ. അവന്തിക അപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ ചെയ്തത് ഇച്ചിരിയുടെ സ്ട്രോങ് ആയിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആദർശിനെ കൊടുക്കാൻ കിട്ടിയ നല്ലൊരവസരമായിരുന്നു. മോള് വിഷമിക്കാതെ, അവനെ എന്തൊക്കെ കാണിച്ച് തിരിച്ചനന്തപുരിയിൽ കയറിയാലും അവനെ വീഴ്ത്താനുള്ള വഴികൾ ഇനിയും എൻ്റെ മുമ്പിലുണ്ട്. അനന്തപുരിക്കാർക്ക് എന്നേക്കും കണ്ണീര് വീഴ്ത്താനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും ഓർത്ത് മോള് തൽക്കാലം വിഷമിക്കേണ്ട. ഇതേ സമയത്ത് നന്ദവും ആദർശം കൂടി ഗ്രീനെ പിടികൂടുന്നുണ്ട്. ആദർശ് ആ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ നീ ചതിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിനക്ക് എന്തോരവാ കാശ് തന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ജ്വല്ലറി ആയിരുന്നല്ലേ? ജ്വല്ലറിക്ക് വേണ്ടി എന്ത് തെണ്ടിത്തരവും ചെയ്യാൻ നിനക്കിപ്പോൾ ഒരു മടിയില്ലല്ലേ? അവർ എനിക്ക് വേണ്ടി വെച്ച കെണി വഴി എന്നെ അപായപ്പെടുത്തി ഉറക്കി കിടത്തിയിട്ടാണ് ആ ഡീലിൽ ഒപ്പുവെച്ചത്. ഇതെനിക്ക് തെളിയിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നീ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദവും പറയുന്നുണ്ട്, ഒരു സംശയം വേണ്ട, ഇവളുടെ പേരിൽ പല കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആൾമാറാട്ടവും അതുപോലെ വഞ്ചന അതേപോലെയുള്ള പല കേസുകളും ഞാൻ ഇവളുടെ തലയിൽ കെട്ടിവെക്കും. ഇവളെ ഞാനൊരു പൂട്ടും. അപ്പോൾ ഗ്രീന പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് കാശ് കൂടുതൽ തന്നപ്പോൾ എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാനത് ചെയ്തു പോയതാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ശരിക്കും സാറിനെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഗ്രീനയും വളരെയധികം സെൻറ്റി അടിച്ച് കരയുകയാണ്. നിനക്ക് പണം വേണമെങ്കിലും നിന്റെ കഷ്ടപ്പാട് മാറണമെങ്കിലും നീ അന്തസ്സായിട്ട് ജോലി ചെയ്യണം. അല്ലാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇതേപോലെ മറ്റുള്ളവരെ ചതിച്ച് കമ്പനികൾക്ക് ഡീല് വാങ്ങി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നീ ചെയ്ത ചതിയുടെ ഫലം അനുഭവിച്ചത് ഞാനാണ്. അതുകൊണ്ട് നീ ഇനി അകത്ത് കിടന്ന് അഴിയിടണം. അതാ നിനക്കുള്ള ശിക്ഷ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അരുത്, എന്നെ ജയിലിലാക്കരുത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും ഞാൻ ഈ സത്യങ്ങൾ പറയാം. ആരോട് വേണമെങ്കിലും പറയാം. അതുപോലെ US കമ്പനിക്കാരോട് ഞാൻ സത്യാവസ്ഥയൊക്കെ പറയാം എന്നൊക്കെ ഗ്രീന കിടന്ന് കരഞ്ഞു മെഴുകുന്നുണ്ട്. അങ്ങനെ ആദർശ് കണ്ടുപിടിച്ച സകല തെളിവുകളും ജ്വല്ലറിക്കെതിരായിട്ടുള്ളതും ഈ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞതും പോലീസ് കേസ് അങ്ങനെയുള്ള എല്ലാ തെളിവുകളും US കമ്പനിക്ക് അയച്ചു കൊടുക്കുകയാണ് ആദർശ്. ഇതോടുകൂടി US കമ്പനിക്ക് മനസ്സിലാകുകയാണ് ആദർശിൻ്റെ നിരപരാധിത്വം, മൂർത്തി ജ്വല്ലറിയുടെ മാറ്റും. ഇതേപോലെ ജ്വല്ലറിക്കാരുടെ ചതിയും അവർക്ക് മനസ്സിലായി. അവർ ആ ഡീല് ക്യാൻസൽ ചെയ്യുകയാണ്. ഇതൊക്കെ അറിഞ്ഞ് ആദർശ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അനന്തപുരിയിലേക്ക് തിരിച്ചു വരികയാണ്.